കുട്ടികൾക്കായുള്ള പരിപാടി. ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ തീരുമാനിക്കേണ്ട, അത് ഞാൻ തന്നെ തീരുമാനിക്കും. എമ്മ വാട്സന്റെ വാക്കുകൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇടുക്കി ജില്ലാ കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറം വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത CS. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം. 2026 മാർച്ച് 15 ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം എന്നത് സേഫ് പ്രൊഡക്റ്റ് കോൺഫിഡൻറ്റ് കൺസ്യൂമേഴ്സ്, അതായത് സുരക്ഷിത ഉൽപ്പന്നം, ആത്മവിശ്വാസമുള്ള ഉപഭോക്താവ് എന്നുള്ളതാണല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ നാമെല്ലാം പലവിധ തിരിച്ചറിവുകളും ഉള്ളവർ തന്നെ. തൊഴിലാളികൾ, കർഷകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ പലതും. എന്നാൽ ഇതിലൊന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ നമ്മയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒറ്റ വിലാസത്തിൽ അണിനിരത്തിക്കൊണ്ട് ലോക ജനതയ്ക്ക് ആകമാനം വേണ്ടുന്ന നിലനിൽപ്പിന് ആവശ്യമായ ഒരു പൊതുവായ തിരിച്ചറിവാണ് നമ്മൾ ഉപഭോക്താക്കളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിവിധങ്ങളായ ദിനാചരണങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട് എങ്കിലും മറ്റ് ഏതൊരു ദിനാചരണത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ദിനവും ദിനാചരണവും. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് വേണ്ടത് സുരക്ഷയും ന്യായവുമാണ്. അത് ലഭിച്ചേ തീരൂ. അതിനായി നിലവിലുള്ള നിയമസഹായങ്ങൾ എന്തൊക്കെയാണെന്ന് ഉപഭോക്താക്കളായ നമ്മൾ അറിയാതെ പോകരുത്. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ F. കെന്നഡി 1962 മാർച്ച് 15 ഉപഭോക്താക്കളുടെ ക്ഷേമത്തിനായി 4 കാര്യങ്ങൾ അമേരിക്കൻ കോൺഗ്രസിൽ പ്രസ്താവിക്കുകയുണ്ടായി. അതായിരുന്നു സുരക്ഷയുടെ അവകാശം, വിവരങ്ങളുടെ അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കപ്പെടുവാനുള്ള അവകാശം എന്നുള്ളത്. ഈ പ്രസ്താവനകളാണ് ഉപഭോക്തൃ ദിനാചരണത്തിന് തുടക്കം കുറിക്കുവാൻ കാരണമായത്. തുടർന്ന് ഓരോ വർഷവും കൺസ്യൂമേഴ്സ് ഇൻ്റർനാഷണൽ എന്ന സംഘടന ഇത് ആഗോളതലത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. നമുക്കറിയാം, ഇന്ന് വിപണി ഡിജിറ്റലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഗോള ഇറക്കുമതികൾ, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നുവേണ്ട വിചാരിക്കുന്നതെന്തും വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ചില ആശങ്കകൾ നമ്മെ അലട്ടുന്നു എന്നുള്ളതും ഏറെ ഗൗരവത്തിൽ കാണേണ്ടത് തന്നെ. ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി സാധനങ്ങൾ വീട്ടുമുറ്റത്ത് എത്തുന്നു എന്നുള്ളത് വളരെയേറെ സഹായകരം തന്നെ. സമയവും യാത്രയും പ്രായത്തിൻ്റെ ആവശ്യകതകൾക്കുമെല്ലാം ആശ്വാസകരമായ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് പലവിധ സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്നു. നാം ഓരോരുത്തരും ഇതിൻ്റെയെല്ലാം ഗുണഭോക്താക്കൾ തന്നെ. എന്നാൽ വേണ്ടത്ര അറിവില്ല എങ്കിൽ വഞ്ചിതരാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചിലപ്പോൾ ചില ബ്രാൻഡുകൾ വ്യാജമാകാം. ചിലപ്പോൾ ചിത്രത്തിൽ കാണുന്നതുപോലെ ഉൽപ്പന്നം നമ്മുടെ കൈകളിൽ എത്തണമെന്നില്ല. മറ്റു ചിലപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. ഇവിടെയാണ് ഉപഭോക്താവിൻ്റെ അതീവ ജാഗ്രത അത്യന്താപേക്ഷിതമാകുന്നത്. അതിനായി വിശ്വസനീയമായ സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. ശരിയായ വെബ്സൈറ്റാണെന്ന് ഉറപ്പാക്കുക. റിവ്യൂ ശ്രദ്ധയോടെ വായിക്കുക. റിട്ടേൺ പോളിസി, വാറണ്ടി മുതലായ ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ OTP, ബാങ്ക് വിവരങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക. ബില്ലും ഓർഡർ കൺഫർമേഷനും സൂക്ഷിക്കുക. ഈ അടിസ്ഥാന വിവരങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ സുരക്ഷിതരാണോ? നമുക്ക് ശരിയായ അറിവുകൾ ലഭിക്കുന്നുണ്ടോ? ഈ ആശങ്കകളെക്കുറിച്ച് ചില തിരിച്ചറിവുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഉൽപ്പന്ന സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ഉപഭോക്താവിന് ആത്മവിശ്വാസമുണ്ടാകൂ. അതിനായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമം 2019 പാർലമെൻറ്റ് പാസാക്കി 2020 ജൂലൈയിൽ പ്രാബല്യത്തിൽ വന്ന കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. ഈ നിയമം ഉപഭോക്താക്കളായ നമ്മൾക്ക് 6 പ്രധാനപ്പെട്ട അവകാശങ്ങൾ നേടിത്തന്നിരിക്കുന്നു. അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ അവകാശമാണ് സുരക്ഷയ്ക്കുള്ള അവകാശം, അല്ലെങ്കിൽ റൈറ്റ് ടു സേഫ്റ്റി എന്നുള്ളത്. ഇതിൻ പ്രകാരം ജീവനും സ്വത്തിനും ഹാനികരമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും
വിപണനത്തിനെതിരെ ഉപഭോക്താവിന് സംരക്ഷണം ലഭിക്കുന്നതിനായുള്ള ഉപഭോക്താവിൻ്റെ അവകാശത്തെയാണ് സുരക്ഷയ്ക്കായുള്ള അവകാശം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. രണ്ടാമത്തേത് അറിയുവാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഉപഭോക്താവ് ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഉപയോഗക്രമം എന്നിങ്ങനെയെല്ലാം. ഉൽപ്പന്നത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നൽകുന്ന ISI മുദ്രയുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതുകൂടാതെ ഓരോ ഉൽപ്പന്നത്തിലും ഒരു IS മുദ്ര കൂടി ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നാം നിത്യേന ഉപയോഗിക്കുന്ന LPG സ്റ്റൗവിൻ്റെ IS നമ്പർ 4246 എന്നതാണ്. അതേപോലെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ IS നമ്പർ 2327 എന്നതാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അക്മാർ മുദ്രയും ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നൽകുന്ന 5 സ്റ്റാർ 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉൽപ്പന്നങ്ങളും സ്വർണം വാങ്ങുമ്പോൾ അക്മാർ മുദ്രയും നോക്കി വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇപ്രകാരം ഗുണമേന്മ അറിഞ്ഞും മനസ്സിലാക്കിയും സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള ഉപഭോക്താവിൻ്റെ അവകാശത്തെയാണ് അറിയുവാനുള്ള അവകാശം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മൂന്നാമത്തെ അവകാശമായി പ്രതിപാദിക്കുന്നത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ചൂസ് എന്നുള്ളതാണ്. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ പണത്തിനും പോക്കറ്റിനും യോജിച്ച രീതിയിലുള്ള സാധനങ്ങളോ സേവനങ്ങളോ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇതിനെതിരെ ആർക്കും പ്രതികരിക്കുവാനോ ഹരാസ് ചെയ്യുവാനോ അധികാരമില്ല. ഇപ്രകാരമുള്ള അവകാശത്തെയാണ് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാലാമത്തേത് കേൾക്കപ്പെടുവാനുള്ള അവകാശമാണ്. ഉപഭോക്താവിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷമായിരിക്കണം അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് എന്ന് ഈ അവകാശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അഞ്ചാമത്തെ അവകാശമാണ് പരാതിപ്പെടുവാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു റിഡ്രസൽ എന്നുള്ളത്. മേൽപ്പറഞ്ഞ അവകാശങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരാതിപ്പെടുവാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. അതിനായി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളും നിലവിലുണ്ട്. മേൽപ്പറഞ്ഞ ത്രിതല സംവിധാനങ്ങളിൽ പരാതികൾ പരിഹരിക്കുന്നതിന് ധനകാര്യ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: 50 ലക്ഷം രൂപ വരെയുള്ള പരാതികളിന്മേൽ ജില്ലാ കമ്മീഷനും 50 ലക്ഷം രൂപ മുതൽ 2 കോടി വരെയുള്ള സംസ്ഥാന കമ്മീഷനും 2 കോടിക്ക് മുകളിൽ ദേശീയതല കമ്മീഷനുകൾക്കും മുൻപാകെ കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ്. 5 ലക്ഷം രൂപ വരെയുള്ള പരാതികളിന്മേൽ ഫോറം ഫീസുകൾ ഒന്നും ഈടാക്കുന്നതല്ല. അതിനു മുകളിലേക്കുള്ളതാണെങ്കിൽ നാമമാത്രമായ ഫീസാണ് ഈടാക്കുന്നതെന്നും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനായുള്ള അവകാശമാണ് ആറാമത്തേത്. ഉപഭോക്താവിന് ഉപഭോക്തൃ നിയമം അനുസരിച്ചുള്ള അവകാശങ്ങൾ എന്തൊക്കെയെന്നും പരിരക്ഷ എന്തൊക്കെയെന്നും മനസ്സിലാക്കി തരുന്നതിനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിലും നിക്ഷിപ്തമാണ് എന്നുള്ളതും ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനായുള്ള അവകാശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഓർക്കുക, ഈ ഉൽപ്പന്ന സുരക്ഷ ആഡംബരമല്ല, അത്യാവശ്യമാണ്. ഉപഭോക്താക്കൾ ഭയപ്പെടേണ്ടതില്ല, നിയമം നമ്മളോടൊപ്പമാണ്. ഈ രംഗത്തെ ന്യായമായ കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ, നിങ്ങളെ സഹായിക്കുവാൻ ജില്ലകൾ തോറും കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറങ്ങൾ നിലവിലുണ്ട്. ഈ ഫോറങ്ങൾ വിവിധങ്ങളായ ക്ലാസുകൾ, വിദ്യാർത്ഥികൾക്കായി സെമിനാറുകൾ, പരാതിക്കാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, നിയമസഹായങ്ങൾ എന്നിവ ചെയ്തു കൊടുക്കുന്നു. ഓർക്കുക, ഉൽപ്പന്നം സുരക്ഷിതമാകണം, വിപണി ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കണം, സർക്കാരും സ്ഥാപനങ്ങളും നിയമങ്ങൾ പാലിക്കണം. കൂടാതെ അതിനൊപ്പം ഉപഭോക്താക്കൾ ജാഗ്രത പുലർത്തണം. അങ്ങനെ സേഫ് പ്രൊഡക്റ്റ് കോൺഫിഡൻറ്റ് കൺസ്യൂമേഴ്സ് എന്ന ഈ വർഷത്തെ പ്രമേയത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു സ്ട്രോങ് നേഷന് രൂപം കൊടുക്കാം. അതിനായി കൈകോർക്കാം. ലോക ഉപഭോക്തൃാവകാശ ദിനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഇടുക്കി ജില്ലാ കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറം വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത CS. അടുത്തതായി KL ശ്യാമള എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
അനിത പറഞ്ഞത്. ഹാൻഡ് ബാഗിനുള്ളിൽ നിന്നും ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ടൗൺ ബസ്സിലെ തിരക്കുകളിൽ കാഴ്ചകളൊന്നും കാണാൻ താല്പര്യമില്ലാത്തതുപോലെ അനിതയിരുന്നു. ഈ കാഴ്ചകൾക്കും അപ്പുറം മനസ്സിൽ കുറേയേറെ കാഴ്ചകൾ മങ്ങാതെ ചിതറി കിടക്കുന്നത് കൊണ്ടാണ് താൻ ഉറക്കം നടിച്ചിരിക്കുന്നത് എന്ന് മറ്റാർക്കും അറിയില്ലല്ലോ. തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി തൊട്ടു വിളിച്ചു. ചേച്ചി, ഇതേ ഫോൺ ബെല്ലടിക്കുന്നു. പെട്ടെന്ന് ഞെട്ടി എണീറ്റ മാതിരി ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ഹലോ. ശബ്ദം നേർത്തിരുന്നു. ദേവി വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അനിതേ, ഞാൻ ഇന്നലെയും വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നിന്റെ ഫോണിലേക്ക് കോൾ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നീ ഇപ്പോൾ എവിടെയാണ്? സത്യം പറയണോ കള്ളം പറയണോ? അനിത പറയൂ. ഞാൻ വീട്ടിൽ നിന്നും ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഓഫീസിലേക്ക് പോകാൻ തോന്നിയില്ല. വെറുതെ ബസ്സിൽ. ശരി, നമുക്ക് നേരിൽ കാണാം. ഞാൻ ഹാഫ് ഡേ ലീവ് എടുക്കാം. ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ തന്നോടൊപ്പം ഉണ്ടാവുക? ഞാൻ കോഫി ഹൗസിൽ വെയിറ്റ് ചെയ്യാം. അവിടേക്ക് വരൂ, അനിത പറഞ്ഞു. ഓക്കെ, 2 മണിക്ക് ഞാൻ എത്താം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിലേക്കെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്, അനിത ഓർത്തു. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വരുന്നതോർത്തപ്പോൾ ഓഫീസിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ബസ്സിൽ കയറി. ദിക്കറിയാത്ത യാത്ര. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. എവിടേക്കെങ്കിലും രക്ഷപ്പെടണം. അറിയാവുന്ന മുഖങ്ങളിൽ നിന്നെല്ലാം തൻ്റെ മുഖം മറച്ചു വയ്ക്കണം. എല്ലാവർക്കും ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. അനിത എന്താണ് പറഞ്ഞത്? ആ ചോദ്യത്തെ താനിപ്പോൾ ഭയപ്പെടുന്നുണ്ടോ? അതിന് കാരണമായ സാഹചര്യങ്ങളെ ഓർക്കുമ്പോൾ പേടിയാവുന്നുണ്ടോ? 2 മണിയാകാൻ ഇനിയും 2 മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട്. ടിക്കറ്റ് എടുത്ത സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങി. അനിശ്ചിതത്വം എത്രമാത്രം ഭീതിതമായ അവസ്ഥയാണ് എന്ന് അനിത ചിന്തിച്ചുപോയി. ഇതിനു മുൻപ് ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയാതെ വിഷമിച്ച ഒരു കാലഘട്ടമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അന്നു മുതലുള്ള കൂട്ടാണ് ദേവി. എന്ത് പ്രതിസന്ധികളുണ്ടായാലും തരണം ചെയ്യാൻ കരുത്തു പകർന്ന് കൂടെ നിന്നവൾ. കൂട്ടുകാരിയെന്നോ കൂടപ്പിറപ്പെന്നോ വേർതിരിച്ചെടുക്കാനാവാത്ത ബന്ധം. ഒരു അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ രാജേട്ടനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലെ IP വാർഡിൽ കഴിയുന്ന സമയത്ത് ദേവിയെ പരിചയപ്പെട്ട രംഗങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ഈ ജന്മത്ത് ഒരു നരകം അനുഭവിക്കാൻ കഴിയുന്നത് അവിടെയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, തിക്കിത്തിരക്കിയാണ് ഓരോ വാർഡിലും ആളുകൾ ചികിത്സ തേടിയെത്തിയിട്ടുള്ളത്. രോഗികളുടെ കൂട്ടിരിപ്പുകാർ തറയിലും മറ്റും പുഴുക്കളെപ്പോലെ കിടന്നു. വൃത്തിഹീനമായ തറയും ചുവരുകളും, ടോയ്ലറ്റുകളിൽ നിന്നുള്ള മനമടിപ്പിക്കുന്ന ദുർഗന്ധം, പലപ്പോഴും അസഹ്യതയോടെ പെരുമാറുന്ന ആശുപത്രി ജീവനക്കാർ, പണമില്ലാതെ സൗജന്യ ചികിത്സ തേടി വരുന്നവർ. ഇതൊക്കെ സഹിക്കണമെന്ന മട്ടാണ് അവർക്ക്. ആ അന്തരീക്ഷത്തിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് അവർക്ക് മടുത്തിട്ടുണ്ടാവണം. എത്രയോ ഏറെ രോഗികൾ, വിഷമാവസ്ഥകൾ എല്ലാം കണ്ടുകണ്ട് മനസ്സ് മരവിച്ചു പോയിട്ടുണ്ടാവാം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രാജേട്ടനെ നേരെ ഇരുത്തി വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ പാടുപെട്ടപ്പോൾ മുൻപരിചയമില്ലാത്ത ഒരാളുടെ ശബ്ദം അടുത്ത് കേട്ടു. ഞാൻ സഹായിക്കട്ടെ? ആ ചോദ്യം വലിയൊരാശ്വാസമായാണ് അനുഭവപ്പെട്ടത്. പിന്നെ പരിചയപ്പെടുമ്പോൾ പറഞ്ഞു, എൻ്റെ പേര് ദേവി. ഏറ്റുമാനൂരാണ് വീട്. അമ്മയ്ക്ക് സുഖമില്ലാതെ ഇവിടെ വന്നതാണ്. സൗഹൃദത്തിൻ്റെ ആഴം പതിയെ പതിയെ കൂടി വന്നു. ഏകദേശം 1 മാസത്തോളമുള്ള ആശുപത്രി ജീവിതം. രാജേട്ടന് ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞു തളർന്നുപോയ നിമിഷവും ദേവിയാണ് ധൈര്യം തന്നത്. അനിത ധൈര്യമായിരിക്കണം. കുട്ടികളെപ്പറ്റി വിചാരിക്കൂ. രാജേട്ടന് താനൊരു ഭാരമായി എന്ന തോന്നലുണ്ടാവരുത്. ദേവിയുടെ വാക്കുകൾ. 10ഉം 12ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയും തളർന്ന് കിടപ്പിലായ ഭർത്താവിനെയും കൊണ്ട് ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിന്നു. ഇന്ന് വരെ ഒരു ജോലിക്കും പോയിട്ടില്ലല്ലോ, വരുമാനം ഉണ്ടാക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലല്ലോ എന്ന ചിന്ത മരണത്തിൻ്റെ തണുപ്പ് പോലെ സിരകളെ ബാധിച്ചു. ആ സാഹചര്യത്തിൽ സ്വയം തൊഴിലിൻ്റെ ചെറിയ സാധ്യതകളെപ്പറ്റി പരിചയപ്പെടുത്തി തന്നതും തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിച്ചതും എല്ലാം തൻ്റെ കൂട്ടുകാരിയായിരുന്നു. എന്തിനും ഏതിനും പരസഹായം വേണ്ട രാജേട്ടനെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാതിരുന്ന തനിക്ക് സ്വയം തൊഴിൽ വലിയൊരു ആശ്വാസമായിരുന്നു, അഥവാ ജീവിതമായിരുന്നു. പ്രത്യേകിച്ച് വീൽചെയറിൻ്റെ സഹായത്തോടെ രാജേട്ടൻ സ്വന്തം കാര്യം ചെയ്യാറാവുന്നതും വരെ, തനിക്ക് ഇപ്പോഴുള്ള ജോലി കണ്ടെത്തും വരെ. 2 ബസ്സുകൾ അടുത്തടുത്ത് വന്ന് നിർത്തിയ ശബ്ദം കേട്ട് അവൾ ഞെട്ടി. ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നിട്ടും ഒരു ബസ്സിൽ കയറി. തനിക്ക് ലക്ഷ്യങ്ങളില്ല എന്ന വേവലാതിയോടെ. കുറേ ദൂരേക്ക് ടിക്കറ്റ് എടുത്തു. ബസ്സുകൾ മത്സരിച്ച് പായുകയാണ്. ഇങ്ങനെയല്ലാതെ പോകാൻ പറ്റില്ല എന്ന് അലിഖിതമായ നിയമങ്ങൾ ഉള്ളതുപോലെ തോന്നും ബസ് ജീവനക്കാരുടെ രീതി കണ്ടാൽ. എത്ര വേഗം ഓടിയാലും
എത്തിപ്പെടാവുന്ന ദിക്കിനും ഓടിയെത്താവുന്ന ദൂരത്തിനും ഒരു പരിമിതിയുണ്ട് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും മനസ്സിലാവില്ലല്ലോ. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൾ ഫോൺ എടുത്തു. ഹലോ രാജേട്ടാ, എന്താ പറയേ? ഊണ് മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മരുന്ന് മറക്കരുത്. കഴിഞ്ഞ 10-12 വർഷങ്ങളായില്ലേ നീ ഇത് തന്നെ പറയുന്നു. ഫോൺ വയ്ക്ക്. മറുതലയ്ക്കൽ ഫോൺ ഡിസ്കണക്റ്റായി. അനിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരും കാണാതിരിക്കാനെന്നോണം ഇരിക്കുന്ന സീറ്റിൻ്റെ മുൻവശത്തെ കമ്പിയിലേക്ക് നെറ്റി ചേർത്ത് വെച്ച് അവൾ കുനിഞ്ഞിരുന്നു. മടിയിലിരുന്ന ബാഗിന് മുകളിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നു. അനിത അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് രാജേട്ടൻ പറഞ്ഞപ്പോഴാണ് താൻ തളർന്നു പോയത്. അനിത എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ കോഫി ഹൗസിലെ മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് കാപ്പിക്ക് ഓർഡർ കൊടുക്കുന്നതിനിടയിൽ ദേവി ചോദിച്ചു. തുലാമഴയുടെ ഇരുട്ട് അന്തരീക്ഷം ആകെ വ്യാപിച്ചിരുന്നു. അതേ ഇരുട്ട് തൻ്റെ മനസ്സിലും ഒരിക്കലും തെളിയാനാവാത്ത വിധം ബാധിച്ച പോലെ അനിതയിരുന്നു. നിനക്കറിയാത്തതായി എൻ്റെ ജീവിതത്തിലൊന്നുമില്ല, അനിത പറഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ നിന്നെപ്പോലെ ഒരു കൂട്ടുകാരി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവനോടെ ഉണ്ടായിരിക്കുമോ എന്നതിൻ്റെ സംശയമാണ്, അനിത പറഞ്ഞു. ഇതൊക്കെ എത്രയോ വട്ടം നമ്മൾ പറഞ്ഞതാണ്. അന്ന് ഞാനല്ലായിരുന്നെങ്കിൽ വേറൊരാൾ എൻ്റെ സ്ഥാനത്ത് വരുമായിരുന്നു. അപ്രതീക്ഷിതമായി വീണു പോകുന്നവരെ കൈപിടിച്ച് നടത്താൻ ആരെയെങ്കിലും പ്രപഞ്ചശക്തികൾ കണ്ടുവച്ചിട്ടുണ്ടാവും. അത് സ്വീകരിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടാതിരുന്നാൽ മതി. അതുപോട്ടെ, മോൾ എന്തു പറഞ്ഞു? അമ്മ അങ്ങനെ പറഞ്ഞത് നന്നായി എന്നാണ് അവളുടെ അഭിപ്രായം. അതിൻ്റെ പേരിൽ ഈ വിവാഹം മുടങ്ങിയാൽ പോലും അവൾക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് രാജേട്ടൻ പോലും. അനിത ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ വക്കോളം എത്തി. നോക്കൂ, കരയാതെ, ആളുകൾ ശ്രദ്ധിക്കും. വിഷമമാണെങ്കിൽ പറയണ്ട, ദേവി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചോദ്യമാണ് സ്വന്തം ജീവിതത്തെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഒന്നുറക്കെ ചിരിച്ചാൽ, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ, ഉറക്കെ ഒരു പാട്ട് മൂളിയാൽ, മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചാൽ ഉടനെ എത്തും ചോദ്യം, ആളുകൾ എന്ത് വിചാരിക്കും? സോറി അനിത, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, ദേവി പറഞ്ഞു. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം സുഖമില്ലാതെ കിടന്ന രാജേട്ടനെ നോക്കാൻ, കുടുംബം നോക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, മരുന്നിനും ഭക്ഷണത്തിനും വഴിയില്ലാതെ പകച്ചു നിന്നപ്പോൾ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരമൊന്നും ഒരാളെപ്പോലും കണ്ടില്ല സഹായിക്കാൻ. ഇപ്പോൾ കുറ്റപ്പെടുത്താൻ 100 നാവുകളുമായി ചുറ്റും നിൽക്കുന്നു. അനിത എന്താണ് പറഞ്ഞതെന്നറിയണം. എന്നിട്ട് എന്തായാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് 4 പേരോടെങ്കിലും പറയണം. അനിത സാരിയുടെ തലപ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു. പിന്നെ കാപ്പിക്കപ്പെടുത്ത് കൈ ചൂടാക്കാൻ എന്നോണം 2 കൈകൾ കൊണ്ടും പൊത്തിപ്പിടിച്ചു. ദേവി, ഒരുപക്ഷെ നീ അന്ന് വരാതിരുന്നത് നന്നായി. ജോലി സംബന്ധമായ നിന്റെ ട്രെയിനിങ് ഈശ്വരൻ ഒരുക്കിയതാണ്. നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗതി മാറിയേനെ. നമ്മൾ എത്ര സ്വപ്നം കണ്ടതാണ് ധന്യമോളുടെ വിവാഹം. അന്ന് വിവാഹ നിശ്ചയത്തിന് വന്നപ്പോഴാണ് സന്ദീപിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം പ്രത്യക്ഷത്തിൽ പ്രകടമായത്. സദ്യയും ഒരുക്കങ്ങളും എല്ലാം ഭംഗിയായി തന്നെ ചെയ്തിരുന്നു. വീട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങു മതി എന്ന് പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ അവരുടെ കൂടെ വരുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ചെറിയ വീടിന് ഉൾക്കൊള്ളാനാവില്ല എന്ന് തീർച്ചയായപ്പോഴാണ് വ്യാപാരഭവൻ്റെ ഹാൾ ബുക്ക് ചെയ്തത്. വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് എത്ര മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നതെന്നറിയുമോ? ഇല്ലായ്മകളുടെ വറുതി ആരും അറിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. മോതിരം മാറുന്നതിന് മുൻപ് മുതിർന്നവർ തമ്മിൽ കല്യാണക്കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുക എന്നൊരു രീതിയിൽ സന്ദീപിൻ്റെ അമ്മാവനാണ് വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. തലേദിവസം വരെ ചിത്രത്തിലില്ലാതിരുന്ന, സംസാരിച്ചിട്ട് പോലുമില്ലാത്ത സ്ത്രീധന കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വമല്ല എന്നോണം പറഞ്ഞു തുടങ്ങി. പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ത്രീധനത്തിനെതിരെ നടത്തിയ തെരുവ് നാടകത്തിലെ രംഗങ്ങൾ പോലെ സ്വർണം എത്ര തരും, പണം എത്ര തരും എന്ന ചോദ്യം ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങൾ. രാജേട്ടനും എൻ്റെ അച്ഛൻ പോലും പ്രതികരിച്ചില്ല. അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന സ്വത്തിൻ്റെ കണക്കുകളിൽ തൃപ്തിയായിട്ടോ എന്തോ മോതിരം മാറ്റം കഴിഞ്ഞു. ധന്യമോളുടെ കണ്ണിലെ വെളിച്ചം കെട്ടുപോയത് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നിസ്സഹായതയുടെ ഒരു നോട്ടം ഞങ്ങൾ കൈമാറി. അവളുടെ കണ്ണുകളിൽ തലേന്ന് വരെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളുടെ നിറം മങ്ങിയത് എനിക്ക് മാത്രം മനസ്സിലായി. ചടങ്ങുകൾ അവസാനിച്ച് ഭക്ഷണം കഴിച്ച് അവർ പോകാനിറങ്ങി. ഞാൻ സന്ദീപിനെ മുറ്റത്തരികിലുള്ള ബദാമര ചുവട്ടിലേക്ക് വിളിച്ച് മാറ്റി നിർത്തി. മോനെ, എല്ലാവരും പറഞ്ഞ ധാരണകളൊക്കെ സമ്മതമാണല്ലോ അല്ലേ? അതെ. എന്താ അമ്മേ? സന്ദീപ് ചോദിച്ചു. വേറെ ആരും അറിയണ്ട. എനിക്കൊരു ഡിമാൻഡുണ്ട്. അത് മോൻ അംഗീകരിക്കണം. അവൻ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. ഇവിടുത്തെ കുടുംബ സാഹചര്യങ്ങളെല്ലാം അറിയാമല്ലോ. സുഖമില്ലാത്ത അച്ഛൻ, പഠിച്ചുകൊണ്ടിരിക്കുന്ന അനിയത്തിക്കുട്ടി. ഞാൻ പറയുന്നത് അവനൊന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിന്നു. ഞാൻ തുടർന്നു.
നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ? എൻ്റെ മോൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ എനിക്ക് മാത്രമേ കഴിയൂ. എന്നെങ്കിലും കണക്കുകളും കണക്കുകൂട്ടലുകളും തെറ്റി എന്ന് തോന്നിയാൽ, പോരായ്മകൾ തോന്നിത്തുടങ്ങിയാൽ എൻ്റെ മോളെ ജീവനോടെ തിരിച്ചു തരണം, കൊന്നുകളയരുത്. ഇതാണ് ദേവി ഞാൻ പറഞ്ഞത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. അനിത എന്താണ് പറഞ്ഞത് എന്ന ചോദ്യങ്ങൾ നാലുപാട് നിന്നും എന്നെ തുറിച്ചു നോക്കുന്നു. ആര് കണ്ടാലും കുഴപ്പമില്ല എന്നോണം അനിത പൊട്ടിക്കരഞ്ഞു. നീ പറഞ്ഞത് തെറ്റല്ല. നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടി നമ്മൾ അമ്മമാരല്ലാതെ വേറെ ആര് പറയും എന്ന ദേവിയുടെ ചോദ്യം പോലും അനിത കേട്ടില്ല. ആകാശം പൊട്ടി വീണ് പെരുമഴയുടെ അലറിക്കരച്ചിലിൽ അവളുടെ സങ്കടങ്ങളും പെയ്തുകൊണ്ടിരുന്നു. KL ശ്യാമള എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.